മാർച്ച് മാസത്തെ കറണ്ട് അഫയേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ആദ്യത്തെ ചോദ്യം, മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി സ്വന്തമാക്കിയ ജില്ലാ പഞ്ചായത്ത് ഏത് എന്നതാണ് ചോദ്യം. 2022-23 വർഷത്തെ മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി സ്വന്തമാക്കിയ പഞ്ചായത്ത് ഏത് എന്നാണ് ചോദ്യം. ജില്ലാ പഞ്ചായത്ത് ഏത് എന്നാണ് ചോദ്യം. ഉത്തരം തിരുവനന്തപുരമാണ്. കോർപ്പറേഷനും തിരുവനന്തപുരമാണ്. ഇനി 2024 കാൻ ഫിലിം ഫെസ്റ്റിവലിൻ്റെ പിയർ ആഞ്ചിനോ ട്രിബ്യൂട്ട് പുരസ്കാരം ലഭിച്ച ഛായാഗ്രാഹകനും സംവിധായകനും ആര് എന്നതാണ് ചോദ്യം. ആഞ്ചിനോ ട്രിബ്യൂട്ട് പുരസ്കാരം ലഭിച്ച സംവിധായകൻ അല്ലെങ്കിൽ ഛായാഗ്രാഹകൻ ആര് എന്നതാണ് ചോദ്യം. ഉത്തരം സന്തോഷ് ശിവനാണ്. ഉത്തരം സന്തോഷ് ശിവൻ. ഇനി കേരള മീഡിയ അക്കാദമിയുടെ വേൾഡ് ഫോട്ടോഗ്രാഫി പ്രൈസ് കേരള മീഡിയ അക്കാദമിയുടെ വേൾഡ് ഫോട്ടോഗ്രാഫി പ്രൈസ് നേടിയത് ആര് എന്നതാണ് ചോദ്യം. കേരള മീഡിയ അക്കാദമിയുടെ വേൾഡ് ഫോട്ടോഗ്രാഫി പ്രൈസ് നേടിയത് ആര് എന്നതാണ് ചോദ്യം. ഉത്തരം ഇർഷാദ് മട്ടു ജമ്മു കാശ്മീർ സ്വദേശിയാണ്. ഇർഷാദ് മട്ടു. കേരള ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറായി നിയമിതനായത് ആര്? കേരള ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറായി നിയമിതനായത് ആര്? കേരള ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറായി നിയമിതനായത് ആര് എന്നതാണ് ചോദ്യം. മുൻ നിയമ സെക്രട്ടറി ആയിരുന്ന വി ഹരി നായർ ആണ്. മുൻ നിയമ സെക്രട്ടറി കൂടിയായിരുന്ന വി ഹരി നായർ. ഇനി വയനാട്ടിൽ കണ്ടെത്തിയ പുതിയ ഇനം ഫംഗസിൻ്റെ പേര്. അറിയപ്പെടുന്ന പേര് ഗോംബസ് സാമൂരി നോറം ആണ് ആ ഫംഗസിൻ്റെ പേര്. ഗോമസ് സാമൂരി നോറം. ഇനി സമഗ്ര സംഭാവനയ്ക്കുള്ള ദേശാഭിമാനി സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. ഈ വർഷത്തെ ദേശാഭിമാനി സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. ദേശാഭിമാനി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക് എന്നാണ് ചോദ്യം. ഈ വർഷത്തെ ദേശാഭിമാനി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക് എന്നാണ് ചോദ്യം. ഉത്തരം എം മുകുന്ദനാണ്. ദേശാഭിമാനി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് എം മുകുന്ദൻ. കേരള ബാങ്കിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി നിയമിതനായത്. കേരള ബാങ്കിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി നിയമിതനായത് ആര്? ഉത്തരം ജോർട്ടി എം ചാക്കോ. ഇനി മുൻ ചീഫ് സെക്രട്ടറി ആയിരുന്ന വിശ്വാസ് മേത്തയുടെ ആത്മകഥ അറിയപ്പെടുന്നത്. ആത്മകഥയുടെ പേര് ഉത്തരം അതിജീവനം. വിശ്വാസ് മേത്തയുടെ ആത്മകഥയുടെ പേര് അതിജീവനം. മലയാറ്റൂർ ട്രസ്റ്റിന്റെ മലയാറ്റൂർ പുരസ്കാരം ലഭിച്ച സാറ ജോസഫിന്റെ നോവലിന്റെ പേര്. മലയാറ്റൂർ ട്രസ്റ്റ് നൽകുന്നതാണ് മലയാറ്റൂർ പുരസ്കാരം. മലയാറ്റൂർ ട്രസ്റ്റിന്റെ മലയാറ്റൂർ പുരസ്കാരം ലഭിച്ച സാറ ജോസഫിന്റെ കൃതിയുടെ പേര്. ഉത്തരം എസ്തേറാണ് ഉത്തരം. ഇനി മലയാറ്റൂർ യുവ എഴുത്തുകാർക്കുള്ള പുരസ്കാരം നേടിയത് ആര് എന്നാണ് ചോദ്യം. മലയാറ്റൂർ യുവ എഴുത്തുകാർക്കുള്ള പുരസ്കാരം നേടിയത് ആര് എന്നാണ് ചോദ്യം. ഉത്തരം രജനി സുരേഷ്. യുവ എഴുത്തുകാർക്കുള്ള മലയാറ്റൂർ പുരസ്കാരം നേടിയത് രജനി സുരേഷ്. അവരുടെ വള്ളുവനാടൻ വിഷുക്കുടുക്ക എന്ന കൃതിയാണ് ഈ പ്രൈസിന് അർഹമായ കൃതിയാണ് വള്ളുവനാടൻ വിഷുക്കുടുക്ക എന്ന കൃതി. വിഷുക്കുടുക്കയാണ് കൃതി. ഇനി അടുത്തത്, ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേന്ത്യയിലെ ആദ്യ നഗരം. ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേന്ത്യയിലെ ആദ്യ നഗരം ഏത് എന്നതാണ് ചോദ്യം. വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേന്ത്യയിലെ ആദ്യ നഗരമാണ് കൊച്ചി. ഉത്തരം കൊച്ചിയാണ്. ദക്ഷിണേന്ത്യയിലെ വയോജന സൗഹൃദമായ ആദ്യ നഗരമായി പ്രഖ്യാപിച്ച നഗരമാണ് കൊച്ചി. ഇനി ഇന്ത്യയുടെ ആദ്യ വിന്റർ ആർട്ടിക് പര്യവേഷണത്തിൽ പങ്കാളിയാവുന്ന കേരളത്തിൽ നിന്നുള്ള ആദ്യ സർവകലാശാല. ഇന്ത്യയുടെ ആദ്യ വിന്റർ ആർട്ടിക് പര്യവേഷണ സംഘത്തിൽ അംഗമാകുന്ന കേരളത്തിൽ നിന്നുള്ള ആദ്യ സർവകലാശാല. ഇന്ത്യയുടെ വിന്റർ ആർട്ടിക് പര്യവേഷണത്തിൽ പങ്കാളിയാവുന്ന കേരളത്തിൽ നിന്നുള്ള സർവകലാശാല. ഉത്തരം മഹാത്മാഗാന്ധി സർവകലാശാല കോട്ടയം. ഇന്ത്യയിൽ ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തുവിടുന്ന ആദ്യ ജില്ല. ഇന്ത്യയിൽ ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തുവിടുന്ന ആദ്യ ജില്ലാ പഞ്ചായത്ത് ഏത് എന്നാണ് ചോദ്യം. ഉത്തരം വയനാടാണ് ഉത്തരം. ഇന്ത്യയിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തുവിടുന്ന ആദ്യ ജില്ലാ പഞ്ചായത്ത്
വയനാട് ജില്ലാ പഞ്ചായത്ത്. കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് ആർക്കെന്നാണ് ചോദ്യം. കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചതാണ് 2024. ഉത്തരം PK രാധാമണിയാണ് ഉത്തരം. PK രാധാമണിയാണ് ഉത്തരം. അവരുടെ അമൃതാപ്രീതം അക്ഷരങ്ങളുടെ നിഴലിൽ എന്ന പുസ്തകത്തിനാണ് ഈ അവാർഡ് ലഭിച്ചത്. അമൃതാപ്രീതം അക്ഷരങ്ങളുടെ നിഴലിൽ എന്ന പുസ്തകത്തിൻ്റെ പരിഭാഷയ്ക്കാണ് PK രാധാമണിക്ക് പുരസ്കാരം ലഭിച്ചത്. ഇനി കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി നിയമിതനായ മലയാളി. കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി നിയമിതനായ മലയാളി ആര് എന്നതാണ് ചോദ്യം. ഉത്തരം S. രാജീവ്. S. രാജീവാണ് കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി നിയമിതനായ മലയാളി. ഇനി വനിതാ ശിശുക്ഷേമ വകുപ്പിൻ്റെ വനിതാ രത്ന പുരസ്കാരത്തിന് അർഹമായത് ആരെല്ലാം എന്നതാണ് ചോദ്യം. ശിശുക്ഷേമ വകുപ്പിൻ്റെ വനിതാ രത്ന പുരസ്കാരത്തിന് അർഹരായത് ആരെല്ലാം എന്നതാണ് ചോദ്യം. അതിന് കുറച്ച് പേരുകളുണ്ട്. ഒന്ന് ട്രീസ ജോളി, അതുപോലെ തന്നെ ജിലിമോൾ മാരിയറ്റ് തോമസ്, ജിലിമോൾ മാരിയറ്റ് തോമസ്, അന്നപൂർണി സുബ്രഹ്മണ്യം, അതുപോലെ തന്നെ വിജി പെൺകുട്ട് എന്നിവരാണ് ഈ അവാർഡിന് അർഹരായത്. ഒന്നും കൂടെ പറയാം. ട്രീസ ജോളി, ജിലിമോൾ മാരിയറ്റ് തോമസ്, അന്നപൂർണി സുബ്രഹ്മണ്യം, അതുപോലെ തന്നെ വിജി പെൺകുട്ട്. ഇത്രയും പേരാണ് വനിതാരത്ന പുരസ്കാരത്തിന് അർഹരായത്. ഇന്ത്യയിലെ ആദ്യ AI എൻട്രൻസ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായത്. ഇന്ത്യയിൽ ആദ്യമായി AI എൻട്രൻസ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായത് എവിടെ? ഇന്ത്യയിൽ ആദ്യമായി AI അധിഷ്ഠിത എൻട്രൻസ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായത് എവിടെ? മലപ്പുറം ജില്ലയിലാണ്. ഉത്തരം മലപ്പുറം ജില്ലയിലാണ്. ഇന്ത്യയിൽ ആദ്യമായി സർക്കാർ അധിഷ്ഠിത OTT പ്ലാറ്റ്ഫോം സ്ഥാപിതമായത് എവിടെ എന്നാണ് ചോദ്യം. ഇന്ത്യയിൽ ആദ്യമായി സർക്കാർ അധിഷ്ഠിത OTT പ്ലാറ്റ്ഫോം സ്ഥാപിതമായത് കേരളത്തിലാണ്. ഇന്ത്യയിൽ ആദ്യമായി സർക്കാർ അധിഷ്ഠിത OTT പ്ലാറ്റ്ഫോം നിലവിൽ വന്നത് കേരളത്തിൽ. സി സ്പേസ് എന്നാണ് അതറിയപ്പെടുന്നത്. OTT പ്ലാറ്റ്ഫോം അറിയപ്പെടുന്നത് സി സ്പേസ് എന്നാണ് ആ OTT പ്ലാറ്റ്ഫോം അറിയപ്പെടുന്നത്. അടുത്തത് ഇന്ത്യയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. അതിൽ 2023 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആർക്ക് എന്നാണ് ചോദ്യം. 2023 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ഉറുദു കവിയായിട്ടുള്ള ഗുൽസാറിനും അതുപോലെ പ്രമുഖ സംസ്കൃത പണ്ഡിതൻ രാം ഭദ്രാചാര്യക്കുമാണ് ഈ പുരസ്കാരം ലഭിച്ചത്. തോന്നത്തെ 2023 ജ്ഞാനപീഠ പുരസ്കാരം 2 പേർക്കാണ് ലഭിച്ചത്. ഒന്നാമത്തേത് ഗുൽസാർ, രണ്ടാമത് സംസ്കൃത പണ്ഡിതനായിട്ടുള്ള രാം ഭദ്രാചാര്യം എന്ന ഗുൽസാറിനുമാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. ജ്ഞാനപീഠ പുരസ്കാരം എന്ന് പറയുന്നത് 21 ലക്ഷം രൂപയും അതുപോലെ തന്നെ വാഗ്ദേവി ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. 21 ലക്ഷം രൂപയും വാഗ്ദേവി ശില്പവും അടങ്ങുന്നതാണ് ജ്ഞാനപീഠ പുരസ്കാരം. ഇനി അടുത്ത ചോദ്യം, ഇൻസാറ്റ് 3DS എന്നത് ഏത് വിക്ഷേപണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇൻസാറ്റ് 3DS എന്നത് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദ്യം. ഉത്തരം കാലാവസ്ഥ നിരീക്ഷണ ഉപഗ്രഹമാണ് ഇൻസാറ്റ് 3DS എന്നാണ് ഉത്തരം. ഇൻസാറ്റ് 3DS എന്നത് കാലാവസ്ഥാ നിരീക്ഷണത്തിന് ഉപയോഗിക്കുന്ന ഇന്ത്യ വിജയകരമായി പൂർത്തിയാക്കിയ പുതിയ ഉപഗ്രഹമാണ്. അടുത്ത കാലത്ത് വിക്ഷേപിച്ച ഉപഗ്രഹമാണ് ഇൻസാറ്റ് 3DS. ഇനി ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കം ഏത് എന്നതാണ് ചോദ്യം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കം ഏത് എന്നതാണ് ചോദ്യം. ജമ്മു ഉധംപൂർ ബരാമുള്ള പാതയിലുള്ള 12.77 കിലോമീറ്ററാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കം. ഇനി ഇന്ത്യൻ ക്രിക്കറ്റ് പിച്ച് ക്യൂറേറ്ററായ ആദ്യ വനിത. ഇന്ത്യൻ ക്രിക്കറ്റ് പിച്ച് ക്യൂറേറ്ററായ ആദ്യ വനിത. ഇന്ത്യയിൽ ക്രിക്കറ്റ് പിച്ച് ക്യൂറേറ്ററായ ആദ്യ വനിതയുടെ പേര്. ഉത്തരം ജസീന്ത കല്യാണാണ്. ഈ കർണാടക ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റത്. കർണാടക ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റത് ആരെന്നാണ് ചോദ്യം. ഉത്തരം വിപിൻ ചന്ദ്ര അഞ്ചാരിയ ആണ് കർണാടകയുടെ പുതിയ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. ലോക്പാലിൻ്റെ പുതിയ അധ്യക്ഷനായി നിയമിക്കപ്പെട്ടത് ആര് എന്നതാണ് ചോദ്യം. ഉത്തരം AM ഖാൻവിൽക്കറാണ്. മുൻ സുപ്രീം കോടതി സുപ്രീം കോടതി ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് AM ഖാൻവിൽക്കറാണ് പുതിയ ലോക്പാൽ മേധാവിയായി ചുമതലയേറ്റത്. ഇനി കരസേന ഉപമേധാവിയായി ചുമതലയേറ്റത് ആര് എന്നതാണ് ചോദ്യം. ഉത്തരം ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയാണ് കരസേന ഉപമേധാവിയായി ചുമതലയേറ്റത്. ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ സ്ഥാപിതമായത് ഇവിടെ.
ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ ടണൽ സ്ഥാപിതമായത് എവിടെ എന്നാണ് ചോദ്യം. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ സ്ഥാപിതമായത് ഉത്തരം പശ്ചിമ ബംഗാളിലെ കൊൽക്കത്തയിലാണ് സ്ഥാപിതമായത്. പശ്ചിമ ബംഗാളിലെ കൊൽക്കത്തയിലാണ് ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ സ്ഥാപിതമായത്. അണ്ടർ വാട്ടർ മെട്രോ ടണൽ സ്ഥാപിതമായത് കൊൽക്കത്തയിൽ. ഇന്ത്യയുടെ പുതിയ നാവിക താവളം പ്രവർത്തനം ആരംഭിക്കുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ പുതിയ നാവിക താവളം പ്രവർത്തനം ആരംഭിക്കുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലക്ഷദ്വീപിലെ മിനിക്കോയിലുള്ള INS ജഡായു ആണ് പുതിയ നാവിക താവളം. ലക്ഷദ്വീപിലെ മിനിക്കോയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ഇന്ത്യയുടെ INS ജഡായു ആണ് ഇന്ത്യയുടെ പുതിയ നാവിക താവളം. അഗ്നി 5 ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലിൻ്റെ പുതിയ പരീക്ഷണത്തിൻ്റെ പേര് ഏത് എന്നാണ് ചോദ്യം. അഗ്നി 5 ഭൂഖണ്ഡാന്തര ആണവ ബാലിസ്റ്റിക് മിസൈലിൻ്റെ പരിഷ്കരിച്ച പതിപ്പ് ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചിരുന്നു. അതിൻ്റെ പരീക്ഷണത്തിൻ്റെ പേര് അറിയപ്പെടുന്നത് മിഷൻ ദിവ്യാസ്ത്ര. മിഷൻ ദിവ്യാസ്ത്രമാണ് അഗ്നി 5 ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലിൻ്റെ പരിഷ്കരിച്ച പതിപ്പിൻ്റെ പേര്. 5 എന്ന ഭൂഖണ്ഡാന്തര ആണവ ബാലിസ്റ്റിക് മിസൈലിൻ്റെ പരീക്ഷണ പേര് അറിയപ്പെടുന്നത് മിഷൻ ദിവ്യാസ്ത്ര. അഗ്നി 5 ഭൂഖണ്ഡാന്തര ആണവ ബാലിസ്റ്റിക് മിസൈലിൻ്റെ പരീക്ഷണ പേര് അറിയപ്പെടുന്നത് മിഷൻ ദിവ്യാസ്ത്ര. മിഷൻ ദിവ്യാസ്ത്രമാണ് ഉത്തരം. ഇനി ലോകത്തെ ഏറ്റവും നീളമുള്ള ഇരട്ടപ്പാത തുരങ്കം സ്ഥിതി ചെയ്യുന്നത്. ലോകത്തെ ഏറ്റവും നീളമുള്ള ഇരട്ടപ്പാത തുരങ്കം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്നാണ് ചോദ്യം. ഉത്തരം അരുണാചൽ പ്രദേശിലെ സെല തുരങ്കമാണ്. ലോകത്തെ ഏറ്റവും നീളമുള്ള ഇരട്ടപ്പാത തുരങ്കം സ്ഥിതി ചെയ്യുന്നത് അരുണാചൽ പ്രദേശിലെ സെല തുരങ്കമാണ്. ഇന്ത്യയിലെ ആദ്യ 8 വരി എലിവേറ്റഡ് ഹൈവേ അറിയപ്പെടുന്ന പേര്. ഇന്ത്യയിലെ ആദ്യ 8 വരി എലിവേറ്റഡ് ഹൈവേ അറിയപ്പെടുന്ന പേര് ദ്വാരക എക്സ്പ്രസ് വേ. ഉത്തരം ദ്വാരക എക്സ്പ്രസ് വേ. ആദ്യത്തെ 8 വരി എലിവേറ്റഡ് ഹൈവേ അറിയപ്പെടുന്ന പേര് ദ്വാരക എക്സ്പ്രസ് വേ. രാജിവെച്ച കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആര് എന്നാണ് ചോദ്യം. രാജിവെച്ച കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അരുൺ ഗോയലാണ്. രാജിവെച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് അരുൺ ഗോയൽ. ഇന്ത്യയിൽ രാജിവെച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് അരുൺ ഗോയൽ. ഇനി 2024 ഇറാസ്മസ് പ്രൈസ് ലഭിക്കുന്ന ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരൻ ആര് എന്നാണ് ചോദ്യം. 2024 ഇറാസ്മസ് പ്രൈസ് ലഭിച്ച ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരൻ ആര് എന്നാണ് ചോദ്യം. നെതർലാൻഡിലെ ഇറസ്മാനിയം ഫൗണ്ടേഷൻ നൽകുന്നതാണ് ഇറാസ്മസ് പ്രൈസ്. അത് ലഭിച്ചത് ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരനായ അമിതാഭ് ഘോഷിനാണ് അവാർഡ് ലഭിച്ചത്. ഇറാസ്മസ് പ്രൈസ് ലഭിച്ച ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരനാണ് അമിതാഭ് ഘോഷാണ് ഉത്തരം. ലോക ചോദ്യങ്ങളിലേക്കാണ് പോകുന്നത്. ഇതിൽ ആദ്യ ചോദ്യം, ബ്രിട്ടീഷ് അക്കാദമി ഫിലിം അവാർഡിൽ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ചു. ബ്രിട്ടീഷ് അക്കാദമി ഫിലിം അവാർഡ് ബാഫ്റ്റ മികച്ച ചിത്രത്തിനുള്ള അവാർഡ് ലഭിച്ചത് ഓപ്പൺ ഹെയ്മറാണ്. ഓസ്കാറുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്. ഓപ്പൺ ഹെയ്മർ എന്ന ചിത്രത്തിനാണ് ബ്രിട്ടീഷ് അക്കാദമി ഫിലിം അവാർഡ് ലഭിച്ചത്. ചിത്രത്തിൻ്റെ സംവിധായകൻ ക്രിസ്റ്റഫർ നോളനാണ്. നടൻ കിലിയൻ മർഫിയാണ്. തുടങ്ങിയ ഏകദേശം 7 പുരസ്കാരങ്ങൾ ലഭിച്ചതാണ് സിനിമ. പുവർ തിങ്സ് എന്ന സിനിമയിൽ അഭിനയിച്ചത് എമ്മ സ്റ്റോൺ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടി. എമ്മ സ്റ്റോൺ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിയ ചിത്രം ഏത് എന്ന് ഓർമ്മിച്ച് വെക്കണം. പുവർ തിങ്സ് ആണ് ചിത്രം. ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങുന്ന സ്വകാര്യ കമ്പനിയുടെ ആദ്യ പേടകമെന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കിയത്. ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങുന്ന സ്വകാര്യ കമ്പനിയുടെ ആദ്യ പേടകമെന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കിയത് അമേരിക്കയുടെ ഒഡീസിയസ് ആണ്. ഉത്തരം. അമേരിക്കയുടെ ഒഡീസിയസ്. അങ്ങനെ 71ാമത് വേൾഡ് സൗന്ദര്യ കിരീടം ചൂടിയത്. 71ാമത് വേൾഡ് സുന്ദരി മത്സരത്തിൽ കിരീടം ചൂടിയത്. ഉത്തരം ചെക്ക് റിപ്പബ്ലിക്കിലെ ക്രിസ്റ്റീന പിസ്കോവയാണ് ഉത്തരം. 71ാമത് വേൾഡ് ലോകസുന്ദരിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് മിസ് വേൾഡായി തിരഞ്ഞെടുക്കപ്പെട്ടത് ക്രിസ്റ്റീന പിസ്കോവയാണ്. ചെക്ക് റിപ്പബ്ലിക്കാരിയായിട്ടുള്ള ക്രിസ്റ്റീന പ്ലിസ്കോവ. 2ാം സ്ഥാനം നേടിയത് ലെബനൻ്റെ യസ്മിന സെയ്മനാണ്. 2ാം സ്ഥാനം. ലോക സുന്ദരി മത്സരത്തിൽ 2ാം സ്ഥാനം നേടിയത് യസ്മിന സെയ്മൻ ആണ്. ഇന്ത്യൻ പ്രതിനിധിയായ സിനി ഷെട്ടിക്ക് ടോപ്പ് 40 ഇടം നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഇന്ത്യൻ പ്രതിനിധിയായ സിനി ഷെട്ടി ടോപ്പ് 4 ഇടം നേടാൻ കഴിഞ്ഞില്ല. 96ാമത് ഓസ്കാർ പുരസ്കാരങ്ങളിൽ 7 പുരസ്കാരങ്ങളായ ഓപ്പൺ ഹൈമറാണ് മുമ്പിലുള്ളത്. മികച്ച ചിത്രം സംവിധായകൻ അതായത് ക്രിസ്റ്റഫർ നോളൻ നടൻ, കിലിയൻ മർഫി സഹനടൻ, റോബർട്ട് ഡൈനി ജൂനിയർ തുടങ്ങിയ 7 പുരസ്കാരങ്ങളാണ് ഓപ്പൺ ഹൈമറിന് ലഭിച്ചത്.
മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുള്ള ഭാഗം തന്നെയാണ്. അതിലെ മറ്റ് പുരസ്കാരങ്ങൾ: മികച്ച നടി എമ്മ സ്റ്റോൺ, പുവർ തിങ്സ്; സഹനടി ഡിവൈൻ ജോയ്, റാൻഡോൾഫ്; ചിത്രം ദ ഹോൾഡോവേഴ്സ് ആണ് ചിത്രം. ഇനി സ്പോർട്സിലേക്കാണ് പോകുന്നത്. ഏഷ്യൻ ബാഡ്മിൻ്റൺ വനിതാ വിഭാഗത്തിൽ സ്വർണം നേടിയത് ഏഷ്യൻ ബാഡ്മിൻ്റൺ വനിതാ വിഭാഗം സ്വർണം കരസ്ഥമാക്കിയത് ഇന്ത്യയാണ്. ഏഷ്യൻ വനിതാ വിഭാഗം സ്വർണം കരസ്ഥമാക്കിയത് ഇന്ത്യയാണ്. ഫൈനൽ ഇന്ത്യ തോൽപ്പിച്ചത് തായ്ലൻഡിനെയാണ്. തായ്ലൻഡിനെ തോൽപ്പിച്ചാണ് ഇന്ത്യ ചരിത്ര നേട്ടം കൈവരിച്ചത്. ഇനി 2020 ക്രിക്കറ്റിലെ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി റെക്കോർഡിന് ഉടമയായത് ജാൻ നിക്കോൾഫ് ലോഫി ഈറ്റൺ ആണ്. ഉത്തരം ജാൻ നിക്കോൾ ലോഫി ഈറ്റൺ. നമീബിയൻ താരമായിട്ടുള്ള ജാൻ നിക്കോൾ ലോഫി ഈറ്റൺ 2020 ക്രിക്കറ്റിലെ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി റെക്കോർഡ് ഉടമയായത് ജാൻ നിക്കോൾ ലോഫി ഈറ്റൺ ആണ്. നേപ്പാളിനെതിരായ മത്സരത്തിൽ 33 പന്തിലാണ് താരം സെഞ്ചുറി നേടിയത്. വനിതാ ക്രിക്കറ്റിലെ അതിവേഗതയേറിയ പന്ത് ബൗൾ ചെയ്തതിൻ്റെ റെക്കോർഡ് സ്വന്തമാക്കിയത്. വനിതാ ക്രിക്കറ്റിലെ ഏറ്റവും വേഗതയേറിയ പന്ത് ബൗൾ ചെയ്തതിൻ്റെ റെക്കോർഡ് സ്വന്തമാക്കിയത് ദക്ഷിണാഫ്രിക്കൻ താരമായിട്ടുള്ള ഷബ്നീം ഇസ്മായിലാണ് വനിതാ ക്രിക്കറ്റിലെ അതിവേഗ പന്ത് ബൗൾ ചെയ്തതിൻ്റെ റെക്കോർഡ് സ്വന്തമാക്കിയത്. ഇന്ത്യൻ വനിതാ പ്രീമിയർ ലീഗിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരായ മത്സരത്തിൽ 132.1 km/h വേഗത്തിലാണ് പന്തെറിഞ്ഞാണ് മുംബൈ ഇന്ത്യൻസ് താരം ഈ റെക്കോർഡ് സ്വന്തമാക്കിയത്. നമ്മൾ ഓർത്തു വെക്കേണ്ട ചില മരണങ്ങളാണ് പറയുന്നത്. അതിൽ നിസാം റാവുത്തർ ബന്ധപ്പെട്ട മേഖല ഏതെന്ന് ചോദിച്ചാൽ തിരക്കഥാകൃത്തും അതുപോലെ ഡോക്യുമെൻ്ററി സംവിധായകനുമാണ് നിസാം റാവുത്തർ ആണ് തിരക്കഥാകൃത്ത്, ഡോക്യുമെൻ്ററി സംവിധായകൻ. ഇനി ദലിത് ബന്ധു NK ജോസ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ദലിത് ബന്ധു NK ജോസ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ദലിത് ബന്ധു NK ജോസ് എന്നാണ്. ദലിത് ബന്ധു NK ജോസ് ബന്ധപ്പെട്ട മേഖല ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രശസ്ത ചരിത്രകാരനാണ് ദലിത് ബന്ധു NK ജോസ്. 95 വയസ്സിലാണ് അന്തരിച്ചത്. ഇനി സുഹാസിനി ഭട്നഗർ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചാൽ സിനിമ. ബോളിവുഡ് നടി അല്ലെങ്കിൽ സിനിമാ താരമാണ് സുഹാസിനി ഭട്നഗർ. ബാലതാരമായിട്ടാണ് പ്രശസ്തയായത്. 19 വയസ്സിൽ തന്നെ അവർ അന്തരിക്കേണ്ടത്. മൈക്ക് പ്രോക്ടർ ബന്ധപ്പെട്ട മേഖല ഏതെന്ന് ചോദിച്ചാൽ ക്രിക്കറ്റാണ്. മൈക്ക് പ്രോക്ടർ ബന്ധപ്പെട്ട മേഖല ക്രിക്കറ്റാണ്. അദ്ദേഹം ദക്ഷിണാഫ്രിക്കയുടെ മുൻ ക്രിക്കറ്റ് ഇതിഹാസമായിരുന്നു മൈക്ക് പ്രോക്ടർ. ഇനി വിദ്യാസാഗർ മഹാരാജ് ബന്ധപ്പെട്ട മേഖല. വിദ്യാസാഗർ മഹാരാജ് ബന്ധപ്പെട്ട മേഖല ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജൈന ആചാര്യനാണ് വിദ്യാസാഗർ മഹാരാജ്. ജൈന ആചാര്യനാണ് വിദ്യാസാഗർ മഹാരാജ്. ഇനി ഹാരിയസ് നരിമാൻ ബന്ധപ്പെട്ട മേഖല ഏതെന്ന് ചോദിച്ചാൽ നമുക്കെല്ലാം അറിയാം. വിഖ്യാത നിയമജ്ഞനും ഭരണഘടനാ വിദഗ്ധനുമാണ് ഹാരിയസ് നരിമാൻ. അദ്ദേഹം മുൻ രാജ്യസഭാ അംഗവും പത്മഭൂഷൺ 1991, പത്മവിഭൂഷൺ 2007 പുരസ്കാര ജേതാവുമാണ് ഹാരിയസ് നരിമാൻ. ഇനി വാഴയങ്കട വിജയൻ 83 വയസ്സിൽ അന്തരിക്കുന്നതായി. വാഴയങ്കട വിജയൻ ബന്ധപ്പെട്ട മേഖല കേരള കലാമണ്ഡലം മുൻ പ്രിൻസിപ്പലാണ്. അതുപോലെ തന്നെ കഥകളി ആചാര്യനും കൂടിയാണ് വാഴയങ്കട വിജയൻ. അത് ഓർമ്മിച്ച് വെക്കേണ്ടതാണ്. കഥകളി ആചാര്യനാണ് വാഴയങ്കട വിജയൻ. അദ്ദേഹം കേരള കലാമണ്ഡലം മുൻ പ്രിൻസിപ്പൽ കൂടിയാണ് വാഴയങ്കട വിജയൻ. കുമാർ സാഹ്നി ബന്ധപ്പെട്ട മേഖല പ്രശസ്ത സിനിമാ സംവിധായകനാണ് കുമാർ സാഹ്നി ബന്ധപ്പെട്ട മേഖല പ്രശസ്ത സിനിമാ സംവിധായകനാണ് കുമാർ സാഹ്നി. ഇത്രയുമാണ് മാർച്ച് മാസവുമായി ബന്ധപ്പെട്ട പ്രധാന കറണ്ട് അഫയേഴ്സ്. നന്ദി.